ഹലോ ഗൈസ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കിയാലോ? ഈ ഒരു പാൽപ്പൊടി കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്നില്ലേ തയ്യാറാക്കാൻ പോണത് കണ്ടൻസ്ഡ് മിൽക്കാണ്. പിന്നെ നമുക്ക് ഇപ്പൊ ഒരു പുഡിങ്ങാ പിന്നെ ഡെസർട്ടാ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കടയിൽ പോയി വാങ്ങിക്കണ്ടേ. അപ്പൊ അത് നമുക്കൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലാ. അപ്പൊ അതിന് വേണ്ടിയിട്ടില്ലേ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പൊടിച്ചുകൊണ്ടുവരാം കേട്ടോ. അതേ ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചതിലോട്ടില്ലേ നമുക്കൊരു 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിക്കാം. അടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം അധികം സമയമൊന്നും വേണമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. കണ്ട, പിന്നെ നമുക്ക് ഇപ്പോൾ കടയില എങ്ങും പോയൊന്നും വാങ്ങിക്കണ്ട. വളരെ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കണ്ട, ഇത് നോക്കിയേ. അപ്പം ഇത് ഇരിക്കും തോറും ക്രീമി ആയിട്ട് വരും കേട്ടോ. നല്ല തിക്കായിട്ട് കിട്ടും. നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങൂലേ കണ്ടൻസ്ഡ് മിൽക്ക്, അതേപോലെ തന്നെ ഇത് നമുക്ക് കിട്ടും. കണ്ട, ഇപ്പം തന്നെ നല്ല തിക്കായിട്ട്, ഞാൻ ലൂസായിട്ടില്ല അടിച്ചെടുത്ത്, ഇപ്പം തന്നെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഓടിപ്പോയി കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാൻ നോക്കണം കേട്ടോ. വേറെ അധികം പൈസ ഒന്നും ആവൂല. പിന്നെ ഒത്തിരി പാൽപ്പൊടിയും ഒരിത്തിരി ബട്ടർ ഉണ്ടെങ്കിൽ തയ്യാറാക്കാവുന്നേ. പഞ്ചസാര പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കട്ടെ. വാവ്, സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. ബൈ.